10K കമൻറ്റിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ. ഹലോ, നമ്മളിന്ന് നമ്മുടെ അരാപ്പയ്മയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും ദിവസവും എല്ലാം ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. നമ്മൾ അരാപ്പയ്മയ്ക്ക് ഫീഡ് ചെയ്യുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ ചെറിയ പ്രത്യേകതയുണ്ടേ. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഞണ്ടിനെ അങ്ങ് ഫീഡ് ചെയ്യാം കേട്ടോ. 2 ചെറിയ ഞണ്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ അങ്ങ് ഫീഡ് ചെയ്യാവേ. അപ്പം നമ്മൾ ഞണ്ടിനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അവനവിടെ നോക്കി നിൽപ്പുണ്ട്. ഇത് നമ്മുടെ കൈക്കകത്ത് ഞണ്ടിരിപ്പുണ്ട്. പുള്ളി എന്നാ വെടിയും പോയും പോലെ തന്നെ അടിക്കും. പിന്നെ നോക്കട്ടെ, ഈച്ചി കളയുന്നുണ്ട്. ഒരു വിഷയമില്ല, ഞണ്ടെങ്കിൽ ഞണ്ട്. വിശന്നാൽ ഞങ്ങൾക്ക് ഭ്രാന്താണെന്ന് പുള്ളി പറയുന്നത് കേട്ടോ. എന്നതാടാ തന്നേന്നു ചോദിക്കുന്നത്. പുള്ളിയുടെ ചെകിളപ്പൂക്കളുണ്ടോ, ചെകിളയുടെ കിടന്ന് കണ്ടോ, വിശറി പോലെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് വേണം. അടുത്തത് കൊടുത്താലും പിടിക്കും. അടുത്ത രണ്ടാമത്തെ ഞണ്ടിനെ എടുത്ത് കൊടുക്കാതെ. അപ്പോൾ ഇതേ നമ്മുടെ രണ്ടാമത്തെ ഞണ്ടിനെ നമ്മൾ ചാടി പിടിക്കാൻ നിൽക്കുമോ. അതിനെ നമ്മൾ സെക്കൻഡ് കൊണ്ട് അടിച്ചു കേട്ടോ. കുഴപ്പമില്ല, ഞണ്ടിനെ കൊടുത്താലും പുള്ളി പിടിക്കും. ആദ്യത്തെ ദിവസമൊക്കെ കൊടുത്ത പുള്ളി ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ചവച്ചരച്ച് എന്താണ്ടേ എന്നെ കാണിക്കുന്നുണ്ട്. ഞണ്ടവൻ്റെ തൊണ്ട ഉടക്കിപ്പോയി. പുള്ളി അതിനെ വിഴുങ്ങി സെറ്റായി. ഇനി നമുക്ക് 2-3 ചെറിയ മീനെ കൊടുക്കാം കേട്ടോ. നമുക്കതേ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, ഇടുക. 3 എണ്ണത്തിനെ പുള്ളി ഒറ്റ സ്ട്രൈക്കിനായില്ലേ. 2 എണ്ണം പുറകെ ഒരെണ്ണം കിട്ടിയുള്ളൂ പുള്ളിക്ക്. 2 എടുത്ത് ഒറ്റ അടിക്കും കേട്ടോ. നമുക്ക് ഒരു കൂരീനെയും കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ചില്ലാങ്കൂരിയാണ്. നമ്മളതിൻ്റെ സൈഡിലത്തെ മെയിൻ കൊമ്പ് ഒടിച്ചിട്ടാട്ടോ കൊടുക്കുന്നു. അങ്ങനൊരു വിഷയം ഉണ്ടായിരിക്കാൻ വേണ്ടി ഇടുവാണ്. ആദ്യം കിട്ടിയില്ല, രണ്ടാമത്തെ സ്ട്രൈക്കിന് പിടിച്ചേട്ടോ. ഞാൻ അടുത്ത കൂരിനെ എടുത്ത് കൊടുക്കാം. 2 കൂരി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൂരിനെ ഇട്ട് കൊടുക്കാവേ. കിട്ടിയില്ല അവന് കേട്ടോ. കൂരി അവനെ പറ്റിച്ച് പോയി. പുറകെ ഓടിച്ചിട്ട് പിടിച്ചു. ഇട്ട് കൊടുത്ത 2 കൂരിനെ അടിച്ചിട്ട് ആശാൻ ഇനി അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള മീനുകളെ പയ്യെ അങ്ങ് എടുത്ത് കൊടുക്കാം. അതിനകത്ത് ആദ്യം നമുക്ക് ചത്ത മീനുകളെ പിറക്കി കൊടുക്കാവേ. ചെറിയ വാഴക്കാവനുണ്ട്. അവനെ നമുക്ക് തരാടെ ഇടുന്നതിന് മുമ്പ് കടിക്കാതെ. കരിപ്പ് കടിയാണല്ലോ. അടുത്ത് നമുക്കൊരു കാച്ചവനെ ഇട്ട് കൊടുക്കാം. മുഴുത്ത ഇട്ട് കൊടുക്കാം. ഇത് കണ്ടല്ലോ, ഇടാൻ പോവാണ്. കിട്ടിയില്ലേ. രണ്ടാമത്തെ സ്ട്രൈക്കിനെ പുള്ളി മീനെ അടിച്ചാൽ കേട്ടോ. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നും ആയിട്ടില്ല. ഈ ബക്കറ്റിൽ കിടക്കുന്ന മീൻ മൊത്തം കൊടുത്താലും പുള്ളിക്ക് ഒന്നും ആകുകയില്ല. നമുക്ക് അടുത്തൊരു കാച്ചനെ പിടിക്കാം. അങ്ങനെ അറിയാം വരുന്നുണ്ട് സാധനം. ഡൈവ് ചെയ്തുള്ള അടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവന് കൊടുത്താൽ മാത്രം പോരല്ലോ. നമ്മുടെ വേറെ 2 മോൺസ്റ്റേഴ്സ് അപ്പുറേ കിടപ്പുണ്ട്. ഭീകരന്മാർ അമ്മാരും കൂടെ ഒന്ന് കൊടുത്തിട്ട് വരാം. നമ്മുടെ അടുത്ത 2 ഭീകരന്മാരെ നമ്മൾ ഇട്ടേക്കുന്ന ഈ ടാങ്കിലാട്ടോ. അപ്പോൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. വേറെ ആരുമല്ല, നമ്മുടെ വാഗവരാലും അലിഗേറ്റർകാരും കേട്ടോ. അപ്പോൾ അവർക്കുള്ള തീറ്റ നമുക്ക് വയ്യ വാരി ഇടാവേ. അവനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാച്ചോനെ ഇട്ടു. ഇതാ ഒരു പരലിനെ ഇട്ടു. അടുത്ത പരലിനെ ഇടുവാണേ. തൊട്ട് പുറകെ 2 കാച്ചനെ കൂടെ ഇറക്കി വിടാം കേട്ടോ. അമ്മ തമ്മിക്കിടക്കും. അവർക്ക് ഇപ്പോൾ തീറ്റ ആവശ്യമില്ലെന്ന് തോന്നുന്നു. പിടിച്ചോളും, പിടിക്കാതിരിക്കത്തില്ല എന്നായാലും. നമ്മുടെ വാഗവരാൽ നല്ല നീല കളറായിട്ട് അവിടെ കിടപ്പുണ്ട് കേട്ടോ. പുള്ളിയുടെ വാലിലെ പരിക്കൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. അലിഗേറ്റർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവരവിടെ കിടക്കട്ടെ. ഒരു കാച്ചനുണ്ട്, അവനെ കൂടി ഇട്ട് കൊടുത്തേക്കാം. ബാക്കി മുഴുവൻ നമുക്ക് നമ്മുടെ അരാപ്പയ്മയ്ക്ക് കൊടുത്തേക്കാം കേട്ടോ.
ഇനി നമുക്ക് ബാക്കി മീനെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് ഈ വലയ്ക്കകത്തോട്ട് അങ്ങ് ഒഴിക്കാവേ. എന്നിട്ട് വൈകി നമുക്ക് അവനങ്ങ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ. ഈ ഓരോന്നോരോന്ന് കൊടുത്താൽ അവന് തന്നെ ചിലപ്പോൾ ഭ്രാന്തി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇടുവാണ്. അവന് ചാകരയാണ്, പുള്ളി പിടിച്ച് ഭ്രാന്താകുന്നു. ഗൈസ് ഓടി നടന്നാൽ പിടിക്കുക അത്ര മീൻ ഒരുമിച്ച് വന്നിട്ട് ആണോ. നിമിഷ നേരം കൊണ്ട് ആ ഇട്ട മീൻ മുഴുവൻ തീർന്നു. ഇനി ആകെ 2 കാച്ചവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ മെയിൻ കാര്യം പറയാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ചാനൽ 5K അടിക്കുന്ന അന്ന് നമ്മളൊരു അരാപ്പയ്മേനെ ഗീവ് അവേ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പം 5K അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ചെറിയ ഗീവ് അവേ അങ്ങ് കൊടുക്കണം കേട്ടോ. അതിന് നിങ്ങൾ ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല. നിങ്ങൾ നമ്മൾ ഈ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, ഒരു ചെറിയ കമൻ്റ് അടിക്കുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമ്മളിപ്പോൾ മൊത്തം നോക്കുന്ന ഒരു 30 ദിവസം കേട്ടോ. 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഒരു 10K കമൻറ്റും ലൈക്കും നോക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് നമ്മൾ ഇടുന്ന കമൻറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ഒരു 100 കമൻറ്റ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കും കേട്ടോ. എന്നിട്ട് അയാൾക്ക് നമ്മൾ ഒരു അരപ്പയമ്മയുടെ കുഞ്ഞിനെ മേടിച്ച് കൊടുക്കും. അതിപ്പോൾ എത്ര ദൂരെയുള്ള ആളായാലും കുഴപ്പമില്ല, നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നമ്മുടെ ഗീവ് അവേക്കകത്ത് പങ്കെടുക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒരു അടിപൊളി കമൻറ്റ് അങ്ങ് ഇടുക. കൂടാതെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് കൂടിയേക്കുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് അടിച്ച് കമൻറ്റ് ഇടുക. അപ്പം 30 ദിവസത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 10K കമൻറ്റ് കേട്ടോ. 10K കമൻറ്റായ പിറ്റേ ദിവസം നമ്മൾ ഗീവ് അവേ നടത്തും കേട്ടോ. അപ്പോൾ ആ 10K കമൻറ്റിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ഒരു 100 കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ മീനെ എടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മെയിൻ പ്ലോട്ട് എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഗീവ് അവേക്ക് വേണ്ടിയുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. വേറെ മുടക്കമുള്ള കേസൊന്നും അല്ലല്ലോ. ഞാൻ നോക്കിയിട്ട് ഇന്നേ വരെ യൂട്യൂബിൽ ആരും അരാപ്പയ്മേനെ ഗീവ് അവേ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഗീവ് അവേ കൊടുക്കുന്ന ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് ആ സൈസുള്ളതിനെ കേട്ടോ. അപ്പോൾ അത് പേടിക്കാനില്ല, ചത്തും പോകത്തില്ല. അതുമല്ല പ്രൈസ് നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഗീവ് അവേ സെറ്റ് ആകുവാണെങ്കിൽ നമ്മൾ വീണ്ടും പുറകെ അടുത്ത് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. 10K ലൈക്കും 10K കമൻറ്റും. അപ്പം ലൈക്കും കമൻറ്റും അടിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നേക്കരുത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.